ഞാൻ 11:30 വരെ ഒരു ക്ലാസ്സിലായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ ക്ലാസ് കഴിയാറാകുമ്പോൾ ഡൗട്ട്സിന്റെ ബഹളായിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളവിടെ നോക്കിയിട്ടുണ്ട്, പിന്നെ ബാക്കി ഡൗട്ട് പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Good morning, ma'am. 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 Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Morning. Okay, Good morning, start ma'am. ചെയ്യാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേറ്റ് ആയല്ലോ. Prayer, please. Good morning, ma'am. Good morning to all. Thank you, God, for the war so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you, ma'am. Quote ഞാനാണ് ma'am. Good morning, ma'am, and good morning, my dear friends. I am Danya from Palakkad. Today, I am saying a quote of Helen Keller. When one door of happiness closes, another opens. But often we look so long at the closed door that we do not see the one that has been opened for us. Thank you, ma'am. Ma'am, sign out പറഞ്ഞോട്ടെ. Sign out അല്ല, sign in. Sign in. Okay, sorry. Good morning, ma'am and all. ഞാൻ തമന്ന ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സൈനിന് ജസ്റ്റ് ഒരു 10 റെസൊല്യൂഷൻസ് ആണ് കേട്ടോ. നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഒരു 10 റെസൊല്യൂഷൻസ് ഓക്കെ ദാറ്റ് വി ഷുഡ് ഫോളോ. അതിൽ ഫസ്റ്റ് വൺ, ഈറ്റ് ഹെൽത്തി, ദെൻ റെഗുലർ എക്സസൈസ്, സ്ലീപ്പ് ഏർലി, കീപ് ഡിസിപ്ലിൻ, be punctual, study well, help each others, love yourself, drink more water, and less stress. So I welcome our dearest and loving Jisha ma'am for today's class, and I welcome all of you for today's class. Sign in by Tamanna Azim. Thank you and have a nice day. Okay, very good. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഞാൻ ടൈമിൽ വരാം കേട്ടോ, പങ്ക്ച്വൽ ആവാം. തമന്റെ റെസൊല്യൂഷൻ ഞാൻ പാലിക്കാം. ഇന്ന് നമ്മളുടെ MT4 കുട്ടികളായിരുന്നു. മീൻസ് എനിക്ക് ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോ അവര് വന്നത്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സും ഇന്ന് തുടങ്ങുന്ന പറഞ്ഞപ്പോഴേക്കും ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോ യൂണിറ്റ്സ് എല്ലാം നല്ല പരിചയമായിട്ടുണ്ടാവും അല്ലെ? മോഡ്യൂൾ 1 പാർട്ട് 1 എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പാർട്ട് 1. എന്നെ കാണാൻ പറ്റുന്നേ? പറ്റുന്നുണ്ടോ മാം? ആർക്കും കാണാൻ പറ്റില്ല. അയ്യോ, അശ്വതിക്ക് കാണാൻ പറ്റുന്നില്ല. വേറെ ആരോ കാണുന്നില്ല. റേഞ്ച് ഇഷ്യൂ ആവോടാ? റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് ഇരുന്നാൽ മതിയാവും. ഷഫീഖ് വേറെ പേരായിരിക്കും അല്ലെ? പേര് വേറെ ആയിരിക്കും. ഷിബിന. ആ, ഷിബിനെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? ഇല്ല, കാണാനൊക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ എന്തായാലും 2-3 ദിവസം കൊണ്ട് വീട്ടിൽ എവിടെയാണ് റേഞ്ച് നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ടുള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചിരിക്കും. സോ ഒന്ന് ലീവ് ചെയ്ത് വരുമോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. റേഞ്ച് ഇഷ്യൂ. ഹർഷയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങൾ ആരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. സോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. മേമിന്റെ ആണ് ഒരു ചെറിയൊരു പിക്ചർ മാത്രം വന്ന് കിടക്കുന്നത്. മേമിന്റെ അന്ന് ഒരു കുറിയൊക്കെ ഇട്ട് ഞാൻ തന്നെയാ. എന്നെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ റിജോ, എന്നെ പിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ സ്ക്രീനിൽ വലുതായിട്ട് തന്നെയായിരിക്കും കാണുന്നത്. ഓക്കെ രസ്ന. ഓക്കെ, സോ പാർട്ട് 1 യൂണിറ്റ്സ് എല്ലാം കഴിഞ്ഞോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഇല്ല മാം, 4ാമത് ചാപ്റ്റർ പോയിക്കൊണ്ടിരിക്കും. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ടില് നിങ്ങൾ പഠിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആളുടെ ഒരു കുട്ടി ജനിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ജനിക്കുന്ന മുമ്പ് തുടങ്ങിയാണെങ്കിലും അതിന്റെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഹെൽത്ത് എന്ന് പറയുമ്പോൾ പ്രസന്റ്ലി വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള മെന്റൽ ഹെൽത്തും കൂടെ അതിൽ വരുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല. ഫിസിക്കൽ ഹെൽത്ത് പണ്ട് തുടങ്ങിയ നമുക്കറിയാം. ബട്ട് ഇപ്പോ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോ ചെസ് ചാമ്പ്യൻഷിപ്പ് മോന്റെ പേരെന്തായിരുന്നു?
ഗുകേഷ് ലാസ്റ്റ് ഗെയിം അല്ലേ, ആ ഗെയിമിന് മുമ്പ് 3 or 4 times സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കും? മെന്റൽ റിലാക്സേഷൻ വേണ്ടിയിട്ട്. മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. സ്ട്രെസ് ഒന്ന് കുറയ്ക്കണം. സോ ദറ്റ്സ് കോമൺ. ഇപ്പൊ നമ്മളുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്, അങ്ങനെ ഒരു മാച്ച് ഒക്കെ കളിക്കാൻ പോകുന്ന എല്ലാരും ഇതുപോലെ തന്നെ അവരുടെ അവരുടെ എല്ലാ മാച്ചും അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനു മുമ്പ് അവർ ഇതുപോലൊരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് അവർ ഈ മാച്ചിനൊക്കെ വരികയുള്ളൂ. കുട്ടികൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ചെയ്യുന്നത് അത് പണ്ടൊക്കെയാണ്. സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ഒരു സ്റ്റിഗ്മയായിരുന്നു നമ്മളുടെ സൊസൈറ്റിയിൽ. എന്തോ പ്രശ്നമുണ്ട്, അതാണ് പോയി കാണുന്നത്. ഇപ്പൊ അത് മാറി വരിക, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആളുകളിൽ മാറി വരിക. നമ്മൾ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ കാരണം ശരീരത്തിന് മാത്രമല്ലല്ലോ ഫസ്റ്റ് എയ്ഡ് വേണ്ടത്, നമ്മുടെ മനസ്സിനും ഫസ്റ്റ് എയ്ഡ് വേണം. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അല്ലെ, TFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ TFA പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മള്. നമുക്കും വേണ്ടി വരും, ബട്ട് മറ്റുള്ളവർക്ക് നമുക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും പറ്റും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ പറ്റും? എന്റെ കൈ മുറിഞ്ഞു, ഒരാൾക്ക് വന്ന് ആ മുറിവിൽ മരുന്ന് വെച്ച് ഡ്രസ് ചെയ്ത് തരാനായിട്ട് പറ്റും അല്ലെ. പിന്നെ പെട്ടെന്ന് ഒരു കുട്ടി വെള്ളത്തിൽ വീണു, മുങ്ങി താഴ്ന്നു, ചാടിയെടുത്ത കുട്ടിയെ കരയിലേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അതിന്റെ ഉള്ളിൽ പോയ വെള്ളം കളഞ്ഞ് അതിന്റെ ബോഡി വാമാക്കുന്നു ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സർ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. മിസ് മറിയ മോണ്ടിസോറിയുടെ ചാപ്റ്ററിൽ എടുക്കുന്നത് ശരീരം. യെസ്, ഞാൻ ഒന്ന് ജസ്റ്റ് ഹോൾ ടോപ്പിക്കിലൂടെ ഒന്ന് കവർ ചെയ്യാൻ പോലെ, കാരണം നിങ്ങൾ എന്തോ മനസ്സിലാക്കിയെന്നും കൂടെ എന്നെ അറിയണമല്ലോ. എന്നിട്ട് മോണ്ടിസോറി മെത്തേഡിലേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പോ യെസ്, അവരുടെ വിഷമത്തിൽ പങ്കുചേരാം. മോണ്ടിസോറി മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി ചൈൽഡ് സൈക്കോളജി നിങ്ങൾക്ക് എടുത്തിട്ടില്ല. ചൈൽഡ് സൈക്കോളജി എടുത്തിട്ട് വേണം മോണ്ടിസോറി മെത്തേഡിലേക്ക് പോകാനായിട്ട്. ചൈൽഡ് സൈക്കോളജിക്ക് മുമ്പ് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താന്ന് എനിക്ക് മനസ്സിലാകണം. അറ്റ് ദ സെയിം ടൈം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള PFA കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും അറിയാം. ഇതൊന്നും ഇതിൽ പഠിച്ചോ എന്നൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ജനറൽ ആയിട്ട് വാട്ട് യു നോ അബൌട്ട് ദാറ്റ് സബ്ജക്ട്സ്. അത് നമ്മളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്റൽ ഹെൽത്ത്. അറ്റ് ദ സെയിം ടൈം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും. ഓക്കെ, സാധാരണ ഫസ്റ്റ് എയ്ഡ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാകും, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാകും. എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, ചില കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം എന്ന് നമുക്കറിയാം. പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രാണിയുടെ അത് ബൈറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം, അതെല്ലാം നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടും പ്രായമായവരുള്ളതുകൊണ്ടും നമുക്കും പലതും പറ്റാറുണ്ട്. കിച്ചണിൽ കൊള്ളുമ്പൊക്കെ നമുക്കെല്ലാം അറിയാം. ബട്ട് ഹൗ യു വിൽ കീപ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, എങ്ങനെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും? ഇപ്പോ ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നു, യു പീപ്പിൾ ആർ ലിസണിങ് വൺസ് ഇമോഷൻസ്. ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നു, അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഭയങ്കര സാഡ് ആയിട്ട് വിഷമിച്ച് എന്തൊക്കെയൊക്കെയോ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലേ എന്റെ ഫേസ് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ശബ്ദത്തിന്റെ ആ ഒരു മാറ്റം ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ വിഷമം നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എന്തോ വിഷമം ഉണ്ടെന്ന്. എന്റെ നോൺ വെർബൽ ക്യൂസ് നിങ്ങൾ മനസ്സിലാക്കുക. വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓറലി പറയുന്ന നമ്മളുടെ കാര്യങ്ങള്. നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്റെ ഫേസിലെ വ്യത്യാസം, എന്റെ ശബ്ദത്തിലെ വ്യത്യാസം, എന്റെ കണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു വരുന്നുണ്ടാവും. അങ്ങനെ പിന്നെ മൂക്കിടക്കിടയ്ക്ക് ഇങ്ങനെ തുടിച്ചു വരും. നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോ, നമ്മൾ വിതുമ്പോ അല്ലെങ്കിൽ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലൊക്കെ നമ്മളുടെ ബോഡിയിലൊക്കെ മാറ്റം വരും. പിന്നെ ഇത്രയും ഭാഗമല്ലേ കാണുന്നുള്ളൂ. എന്റെ കൈ ചിലപ്പോ ഞാനിങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടാവും. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഫേസ് ടു ഫേസ് എന്നെ കാണുവാണെങ്കിൽ തോന്നും എന്തോ വിഷമം ഉണ്ടെന്ന് തോന്നും. അത് പോട്ടെ, നമ്മൾ ഫോണിൽ ഒരാളോട് സ്ഥിരമായി സംസാരിക്കുന്ന നമ്മളുടെ വളരെ അടുത്ത സുഹൃത്ത്, ഒരു ദിവസം നമ്മൾ ഫോൺ ചെയ്തപ്പോഴേക്കും ശബ്ദത്തിലെ ടോണിന് എന്തോ വ്യത്യാസം, എന്ത് പറ്റി നിനക്ക്, പെട്ടെന്ന് നമ്മൾ ചോദിക്കും അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവും വി ഹാവ് ടു ഡു സംതിങ് ഫോർ ഹെയർ. നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യണം, നമ്മളുടെ ഒരു സപ്പോർട്ട് അവിടെ ആവശ്യമുണ്ട്. ആ ചോദ്യം കേൾക്കുമ്പോഴേ മേ ബി പെട്ടെന്നൊന്ന് ബേസ്റ്റ് ഔട്ട് ആവും, കരയുമായിരിക്കും, അല്ലെങ്കിൽ കാര്യം പറയും ഞാൻ ഇങ്ങനെ ഒരു ടെൻഷനിലാണ്, പറയാൻ പറ്റുന്ന ഒരു അടുപ്പം നമ്മളോടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ടെൽ, ഹി വിൽ ടെൽ ബട്ട് ഫോർ ഇറ്റ് ഈസ്. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളത്, നമ്മുടെ വീട്ടില് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെക്കാളും ഏറ്റവും അധികം വിഷമം വരുന്നത് ഈ
ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങ് എൻഗേജ്ഡ് ആക്കിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര അതുവരെയും മേ ബി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേക്കും അവർ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇപ്പൊ വയോജന ക്ലബെന്നോ വയോജന കൂട്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ലോക്കൽ അതോറിറ്റീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ. അത് ഇതിനു വേണ്ടിയിട്ടാ. ഇങ്ങനെ ഇരിക്കുമ്പോ ഈ സ്ട്രെസ് കൂടുന്നു, ഒറ്റപ്പെടൽ, ഒരു പാർട്ട്ണറുടെ ഒരാള് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മറ്റേയാൾ ഒറ്റയ്ക്കാവുമ്പോഴുള്ള ചില അവസ്ഥകളുടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇതുപോലെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കിട്ടേണ്ട കുറെ കാറ്റഗറീസ് ആ പറഞ്ഞത്. കുട്ടികൾ എക്സാം ടൈം ആകുമ്പോ, അവർക്കൊരു കോമ്പറ്റീഷൻ വരുമ്പോ, അവർക്ക് അല്ലാതെ പല അവരുടെ ബോഡിയിൽ ചില വ്യത്യാസം വരുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ പിന്നെ പ്രായമായവർക്ക്, അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക്, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവർക്ക്, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് കൊണ്ട് വിഷമിക്കുന്നവര്, അങ്ങനെ കുറെ ആളുകളിലേക്ക് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എത്തേണ്ടതുണ്ട്. ഇനി ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അല്ല, നമ്മുടെ സാധാരണ ഫസ്റ്റ് എയ്ഡ്, മുറിവ് വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമല്ലോ. ആക്സിഡന്റ് പറ്റുമ്പോൾ ആ സ്പോട്ടിലേക്ക് വരുന്നവർ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ, CPR ഒക്കെ കൊടുക്കുന്നതാണോ, ഹാർട്ട് ലങ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ. അപ്പോ അങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നവർക്ക് അവർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ടില്ല അവര് പറയും. എന്താണ് അവർക്ക്? നിങ്ങൾക്ക് ജനറലി അറിയാലോ. ഒരു ഞാനിപ്പോ പറഞ്ഞത് ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമ്പോഴുള്ള ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം കേട്ടോ. നമ്മൾക്ക് ആദ്യമേ അറിയാവുന്ന ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ഫസ്റ്റ് എയ്ഡ് സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? അത് ഒരാൾക്ക് ഒരു മുറിവൊക്കെ വന്നൊരു ബ്ലഡ് ഒക്കെ കാണുമ്പോ ചിലവർ തലകറങ്ങിയൊക്കെ വീണ് അങ്ങനെ ഒരു പവർ കുറഞ്ഞ ആളുകളൊന്നും ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്. പിന്നെ അവർക്കൊരു ധൈര്യം വേണം, എന്ത് വന്നാലും ഇങ്ങനെ നേരിടാം എന്നുള്ള ഒരു നമുക്കത് കണ്ട് അത് അറിഞ്ഞു ചെയ്യാനുള്ള ഒരു സന്മനസ് അവർക്ക് അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് വേഗം ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. കമന്റില് ഫസ്റ്റ് കമന്റ് രചനയുടെ ഞാൻ കണ്ടു, പ്രോംപ്റ്റ് റെസ്പോൺസ് അല്ലെ. പെട്ടെന്ന് നമ്മൾ അലേർട്ട് ആയിരിക്കണം. അല്ലാണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്നവനെ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്ന് കുറെ കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ചാടി അയാളെ കൊണ്ടുവന്ന് കുറെ കഴിഞ്ഞിട്ട് അയാളുടെ വെള്ളം കളിയുക, അയാളെ ചൂടാ. പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരിക്കണം. പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. കാരണം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റന്റിൽ പെട്ടെന്ന് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ കാണുമ്പോഴേ തലകറങ്ങി അയാളെ പിന്നെ നോക്കേണ്ട കാര്യം പേഷ്യന്റ് ഉണ്ടാവരുത്. അതുപോലെ കെയർ ചെയ്യണം, അവരെ സെക്യൂർ ആക്കണം, സേഫ് ആക്കണം, അവരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തന്നെ ചെയ്യാനുണ്ടോ? ഓഡിയോ ഓൺ ആണ്. കണ്ടു ആ കക്ഷി ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്റലക്ച്വലി ആ വ്യക്തി വൈബ്രന്റ് ആയിരിക്കണം. പിന്നെ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ സോഷ്യലി നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെ മനസ്സ് അല്ലേ. പിന്നെ സ്പിരിച്വലിയും കുറച്ച് നല്ലതാവുന്ന ഗുഡായിരിക്കും, നല്ല കാര്യമാണെന്ന് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. സ്പിരിച്വലി എല്ലാ കാര്യത്തിലും മെയിൻ ആവുന്നത് നല്ലതെന്ന് എനിക്ക് വ്യക്തിപരമായൊരു അഭിപ്രായമുണ്ട്. അതെ, അതാണ് നമ്മളുടെ മോറൽ വാല്യൂസ്. ഈ പറയുന്ന ക്വാളിറ്റീസ് നമ്മളിലേക്ക് വരുന്നതിന്റെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ വാല്യൂ തന്നെയാണ്. ഡെഫിനറ്റ്ലി അല്ലാതെ ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് അതുണ്ടെങ്കിൽ നമ്മളിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് വരുന്ന പറയപ്പെടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് രണ്ട് കുട്ടികൾ, ഒരു വയസ്സായ ഒരാളിങ്ങനെ വീണ്ട സമയത്ത് ഫസ്റ്റ് ചെറിയ കുട്ടികള് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? രണ്ട് ചെറിയ കുട്ടികള് കുറച്ച് ഒരാള് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഇങ്ങനെ വീണ് കിടന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അറിയാമോ? ഞാൻ ന്യൂസിലുണ്ടായിരുന്നതാണ്. രണ്ട് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ, എനിക്ക് കറക്റ്റ് കൂടുതൽ. അപ്പൊ ആ കുട്ടികൾ ഒരാള് വീണ് കിടന്നുണ്ടപ്പം ആരും രക്ഷിക്കാനില്ലാണ്ട് ആ കുട്ടി അവർ രണ്ടാളും കൂടി പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തി. രണ്ട് ചെറിയ കുട്ടികൾ. അവർക്ക് എന്ത് വാല്യൂസിനെ കുറിച്ചിട്ട് അറിയുക ചെയ്യാ? ചെറിയ കുട്ടികളാ. അവർക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനോ ആക്കാനോ അറിയില്ല. അവരുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു, റിയാക്ട് ചെയ്തു.
പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള അവർക്ക് ഇതിൽ കൂടുതൽ അറിയില്ലല്ലോ, എന്നിട്ടും അവര് ആ ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്തു. അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്? കൂടുതൽ ബാക്കിയുള്ള കുറെ കാര്യങ്ങളിനെക്കാട്ടി കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. ചെറിയ പിള്ളേരല്ലേ. അത് സ്കൂളിൽ ഓട്ടോമാറ്റിക് ദൈവം അവർക്കൊരു കഴിവ് കൊടുക്കുന്നതായിരിക്കും എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ ചെറിയ കുട്ടികൾ വലിയ ആൾക്കാരെ രക്ഷിക്കുന്നുണ്ട്. അത് ദൈവം അവർക്കായിട്ടൊരു ഇത് കൊടുക്കുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ അവർക്ക് ജീവിച്ചു വരുന്ന മറ്റൊരാളുടെ എൻവയോൺമെന്റ് പ്രശ്നത്തിൽ ഇടപെടാനുള്ള ഒരു മനസ്സ്, അതാണ്. മറ്റൊരാളുടെ പ്രശ്നം കാണുമ്പോൾ നമുക്കത് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിനൊക്കെ ഇടപെടാനുള്ള ഒരു മനസ്സ്, അതാണ് ആ പിള്ളേരിൽ അപ്പൊ പ്രകടമായത്. അതെ, ഈ ചെറുപ്പത്തില് ആ ഒരു മനസ്സുണ്ടാകുന്ന തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അതുമല്ല സ്കൂളിൽ ഇങ്ങനെ ഡിഫൻസ് അതൊക്കെ അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഒക്കെ കുറെ ക്ലാസ്സസ് അവയർനെസ് സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ കുട്ടികളുടെ പല ക്യാമ്പുകളിലൊക്കെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മോക്ക് ഡ്രില്ലൊക്കെ നടത്താറില്ല, ഗ്യാസ് സിലിണ്ടർ എന്തെങ്കിലും അപകടം സംഭവിച്ച എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോക്ക് ഡ്രില്ലൊക്കെ നടത്തുന്ന പോലെ സ്കൂൾ CPR ഒക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ലോക്കൽ അതോറിറ്റീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടെ കണക്ട് ചെയ്ത് പോലീസ് ഫയർഫോഴ്സ് ഒക്കെ കണക്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കുറെ കൂടെ ബോധവൽക്കരണ ക്ലാസ് അവയർനെസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് ആ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസ് വരുന്നത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുക അല്ലെ. പെട്ടെന്ന് ഒരാള് നമ്മളെ അടിക്കാൻ കൈ ഓങ്ങുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് നമ്മളൊരു റിഫ്ലക്സ് ആക്ഷൻ. ഒരാൾ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ നമ്മൾ പിടിക്കാൻ പോവില്ലേ, ഡെഫിനറ്റ്ലി ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ നമ്മളുടെ എല്ലാവരിലും ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ലൈക്ക് ഒരാൾ വഴിയിൽ വീണ് പോകുമ്പോൾ സൊസൈറ്റിയുടെ ഒരു ധാരണ അയാൾ ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു ധാരണ കൊണ്ട് പലപ്പോഴും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ അല്ലാതെ എത്രയോ പേർക്ക് അപകടങ്ങൾ കൂടുതലായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ എനിക്കതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല, എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഇപ്പൊ 2-3 ദിവസമായിട്ടുള്ളൂ. ആൾക്ക് പെട്ടെന്ന് ജോലി എടുക്കണതിന്റെ ഇടയിൽ പ്രഷർ എന്തെങ്കിലും ആയതാണെന്ന് അറിയില്ല, ആൾക്ക് പെട്ടെന്ന് ആകെ വയ്യാണ്ടായി. അപ്പൊ തൊട്ടടുത്ത് എന്റെ ആ സിസ്റ്ററിന്റെ താഴെ ഒരാളുണ്ട്, ആളുടെ വീടുണ്ട്. ആളുടെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ അവിടെ ഒരുപാട് ആൾക്കാർ, അവിടെ എന്റെ ഫംഗ്ഷനാന്ന് കണ്ടപ്പോ അളിയൊക്കെ അങ്ങോട്ട് പോവാണ്ട് തിരിച്ചു പോകുന്ന അവിടെ റോട്ടിൽ, അതായത് ആള് പറ്റിയ പേടായിട്ട് റോട്ടിൽ വീണ് അവിടെ കിടന്നു. 2 മണിക്കൂറോളം ആൾ അവിടെ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ശരിക്കും ബോധം വന്നിട്ട് പിന്നെ തന്നെ എണീറ്റ് വീട്ടിൽ പോയി, ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പൊ പറയാം, എന്നോട് ഒരാള് പോലും വന്ന് ചോദിച്ചില്ല എന്താ ഇങ്ങനെ കിടക്കണേ, എന്ത് പറ്റീന്ന് ഒരാൾ പോലും ചോദിച്ചില്ല പറഞ്ഞു. ശരിക്കും ഫീൽ ആയി പോയി കേട്ടപ്പോ. നമ്മൾ ഒരിക്കലും ഒരാളങ്ങനെ കിടക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആള് ഡ്രിങ്ക് ചെയ്ത് വീണ് കിടക്കുകയാണെങ്കിലും ജസ്റ്റ് എടുത്തു പോയി ഒന്ന് നോക്കാന്നുള്ളത് ഒരു മനുഷ്യത്വമുള്ള കാര്യല്ലേ. അതുപോലും ആരും ചെയ്തില്ല പറഞ്ഞു. ശരിക്കും ഭയങ്കര വിഷമിപ്പിച്ചൊരു കാര്യമായിരുന്നു അത്. ശരിയാ. കാരണം എനിക്ക് നമ്മുടെ വീട്ടില് ഇലക്ട്രിക് വർക്ക് ചെയ്ത ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഈ പറയുന്ന സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒന്നും ഇല്ലാത്ത ആളാ. പുള്ളിക്കാരൻ ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും പെട്ടെന്ന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പെട്ടെന്ന് തല കറങ്ങിയ സമയത്ത് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. പുള്ളി വോമിറ്റ് ചെയ്തു, വണ്ടി സൈഡ് ആക്കിയിട്ട് വോമിറ്റ് ചെയ്തു. ആളുടെ കഷ്ടകാലത്തിന് ആള് വൊമിറ്റ് ചെയ്തത് ഒരു ബാറിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ കണ്ടു നിന്ന ആൾക്കാർ വിചാരിച്ചു അവിടെ നിന്ന് എന്തോ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ വൊമിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പുള്ളി പറയാ, നമ്മളങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല, പക്ഷെ നാണക്കേടുമായി വയ്യാണ്ടായി ആരോടെങ്കിലും ഹെൽപ്പും ചോദിക്കാൻ പറ്റുമോ, ഹെൽപ്പ് ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യുമോ? കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് വൊമിറ്റ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് വീട്ടിൽ അദ്ദേഹം തിരിച്ചെത്തിയതെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഒരു ഷെയർ ചെയ്തതാണ് മെസ്സേജ്. അപ്പൊ ഓക്കെ, നമ്മള് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടവർക്ക് നമ്മളുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? ഓക്കെ, നമ്മളുടെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്, മൗണ്ടൈൻ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. നമ്മൾക്ക് ഭക്ഷണം കഴിച്ച് നമ്മളുടെ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. നമ്മള് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് പ്രോപ്പർ എക്സസൈസ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാം. ബട്ട് ഹൗ വി വിൽ ബിക്കം വെൽനെസ്? നമ്മൾ വെൽബീയിങ് ആണ്. വെൽബീയിങ് എന്ന് നല്ല സുഖവും സന്തോഷവും സമാധാനം ആരോഗ്യം വേണം അല്ലെ. എങ്ങനെ നമ്മൾ വെൽബീയിങ് ആയിരിക്കും? എനിക്ക് നല്ലൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം, നല്ല സാലറി ഉണ്ട്. ഓക്കെ,
പക്ഷെ എന്നും എനിക്ക് എന്റെ ബോസിന്റെ ചീത്ത വിളിയാ. എനിക്ക് സമാധാനം ഉണ്ടോ? ഞാൻ വെല്ലാണോ? അല്ല, ഒരിക്കലും അല്ല. നോക്കുമ്പോ നല്ല ജോലി, നല്ല ശമ്പളം, ബട്ട് ഐ എം നോട്ട് വെൽ. അപ്പൊ എന്റെ വെൽനെസ് അവിടെ കറക്റ്റ് അല്ല. വീടുണ്ട്, സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ ഫിസിക്കലി ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ചെയ്യുന്നു, ബട്ട് എന്റെ വീട്ടിൽ എപ്പോഴും വഴക്കാം. ഞാൻ വെല്ലാണോ? അല്ല, അപ്പോഴും അല്ല. അപ്പോഴും അല്ല. അപ്പൊ വെൽ ബീയിങ് അല്ലെങ്കിൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പീസ് ആൻഡ് ഹാർമണി, അല്ലെ, സമാധാനവും സന്തോഷവും. നമ്മൾ മെന്റലി എപ്പോഴും ഡിസ്റ്റർബ് ആകുന്ന അവസ്ഥയല്ല. അപ്പൊ ഈ വെൽനെസ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എന്ന് വെച്ചാൽ അത് കണക്റ്റഡ് വിത്ത് മെന്റൽ ഹെൽത്ത് ഓൾസോ. എന്നാൽ മാത്രമാണ് നമുക്ക്, നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും നമ്മൾ എക്സസൈസസ് ചെയ്താലും നമ്മൾ വെല്ലായിട്ട് ഇരിക്കുള്ളൂ, വെൽനെസ് നമുക്ക് വരുള്ളൂ. സോ മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയൂലേ. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അതല്ലേ പറയുന്നത്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള ശരീരത്തിൽ എന്നുള്ള രീതിയിൽ തന്നെ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് രണ്ടുപേരുടെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് അതൊരു എംബ്രിയോ ആയിട്ട് അമ്മയുടെ ഓമ്പില് വരുക, ഒരു ജീവന്റെ തുടിപ്പ് ആദ്യം തുടങ്ങും. അപ്പ തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് സമയത്ത് വരെയും അവർ തമ്മിൽ വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു മൊമെന്റിൽ വേണം ആ ഒരു എംബ്രിയോ ഫോം ചെയ്യാനായിട്ട്. അത് ഫോം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അമ്മയുടെ കെയറിങ്, ആ ഒരു 9 months ഒരു പ്രഗ്നൻസി ടൈമില് ആ അമ്മയ്ക്ക് കിട്ടേണ്ട മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സുഖവും സന്തോഷവും സമാധാനവും അവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന്റെ പിറവി ഉണ്ടാവുക. സോ അങ്ങനെ കുഞ്ഞ് വന്നു കഴിയുമ്പം അവൻ ജീവിക്കുന്ന എൻവിയോൺമെന്റ്, ഫസ്റ്റ് അവൻ വരുന്നത് ഹോസ്പിറ്റലിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് അവൻ വരുന്നത് അവന്റെ ഫാമിലിയിലേക്കാണ്. അവിടെ അവന്റെ അച്ഛനും അമ്മയും ഉണ്ടാകും, സിബ്ലിങ്സ് ഉള്ളവരുണ്ടാകും, വേറെ റിലേറ്റീവ്സ് ഉണ്ടാകും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇവരെല്ലാം അവനെ പ്രൊവൈഡ് ചെയ്യണം വാർത്ത് ആൻഡ് കെയർ, അഫെക്ഷൻ എല്ലാം. അതേസമയം അവിടെ വഴക്കും ഷൗട്ടിങ്ങും ഒക്കെ ആണെങ്കിൽ അതെല്ലാം ചെറിയ കുഞ്ഞാണെങ്കിലും അതിന്റെ ബാധിക്കും, അതിന്റെ ഡെവലപ്മെന്റിനെ. ഈവൻ ദോ ബർത്ത് തുടങ്ങിയിട്ട് 3 years വരെ അവന്റെ ഓർമ്മകള്, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഷംലയുടെയാണോ? എക്കോ വരും. ഓക്കെ. അപ്പൊ ആ ഒരു ബർത്ത് തുടങ്ങി 3 വയസ്സ് വരെ ആവുമ്പോഴേക്കും ഇത് പറയാം. നിങ്ങൾക്ക് 3 വയസ്സ് വരെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട് മാം. ആഫ്റ്റർ 3 years ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കപ്പോ 3-3.5 വയസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. എൻ്റെ അച്ഛൻ തൂങ്ങി മരിച്ചതാണ്. എനിക്കത് ഇപ്പൊ വരെ എൻ്റെ മൈൻഡിലിരുന്ന് പോയിട്ടില്ല. അത് എനിക്കത് അപ്പോഴും ഉണ്ടാവും ഫീലിംഗ്. അത് ഏത് പ്രായത്തിലായിരുന്നു? അമ്മോടൊപ്പം നല്ല ദേഷ്യം തോന്നിയോ? മാം, എനിക്ക് ഫസ്റ്റ് ഡേ സ്കൂള് നല്ല ഓർമ്മയുണ്ട്. അമ്പിളി, അത് നല്ല ഓർമ്മയായിപ്പോയി. അപ്പൊ ശരിക്കും പറഞ്ഞു പാല് കൊടുത്തപ്പോ 4 ആങ്ങളമാര് മൂത്തവരാണ് താഴെയുള്ളവരാണ്? ഓക്കെ. സോ അപ്പൊ ഈ ബർത്ത് തുടങ്ങി 3 years വരെയും അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും എന്നാ പറയാ കുട്ടിയുടെ. എന്നുവെച്ചാൽ സംഭവിക്കുന്നതെല്ലാം അതിന്റെ ബ്രെയിനിൽ ഇങ്ങനെ ഇംപ്രഷൻസ് പോലെ വര പോലെ പതിയും. ബട്ട് ആൾക്ക് ഓർമ്മയില്ല, അൺകോൺഷ്യസ് മൈൻഡിലാണ്, അത് ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മയാണ്. അത് നല്ല രീതിയിൽ തന്നെ ആ ഇംപ്രഷൻസ് ബ്രെയിനിൽ അത് മാർക്കാവും, അത് നല്ല ഓർമ്മയുണ്ടാവും. ബട്ട് ചെറിയ പ്രായത്തിലെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായ പല ഓർമ്മകളുടെയും പ്രോഗ്രസീവ് വേർഷനാണ് ആഫ്റ്റർ 3 yearsലേക്ക് വരുന്നത്. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ട്രോമയായിട്ട് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വരാം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കുട്ടികൾ ഇങ്ങനെ ചിലപ്പോ നമ്മൾ വഴക്ക് പറയും, ഒരു വല്ലാതെ വാശി പിടിച്ച് കരഞ്ഞ് ഉറങ്ങും. പക്ഷെ ആ ഉറക്കം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടണം, ഇടയ്ക്കിടയ്ക്ക് അവർ വിതുമ്പിടും, അല്ലെ, അങ്ങനത്തെയൊക്കെ കാണും.
ശരിക്കും നമ്മൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും ശരി, അവരെ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്ക് പറയുകയോ ചെറിയൊരു അടിയോ കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ അവർ ഉറങ്ങാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് സോൾവ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് അവരെ ഹഗ് ചെയ്ത് കിസ് ചെയ്തിട്ട് വേണം അവരെ ഉറക്കാൻ. അല്ലെങ്കിൽ അവരുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇനി അഥവാ നമ്മള് കണ്ടില്ല അവരങ്ങനെ കരഞ്ഞ് തളർന്നുറങ്ങിയെങ്കിൽ ഒരു കുഞ്ഞടി കൊടുത്ത് അവരെ എണീപ്പിക്കുക, ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അവരെ ഉറക്കുക. അല്ലെങ്കിൽ അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും. ഉറക്കമാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മളായിട്ട് ആ ഡെവലപ്മെന്റ് ഒരു തടസ്സം ഉണ്ടാക്കരുത്. സോ അത് കുഞ്ഞുങ്ങളുടെ കേസ് ആണെങ്കിലും ഈവൻതോ നമ്മുടെ വീട്ടിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിലും ഉറക്കത്തിന് മുമ്പ് അത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് വേണം. അത് നമ്മളാണ് അത് ഇനീഷ്യേറ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ പോലും. അപ്പൊ നിങ്ങൾ പറയാം ഞാനല്ലോ തുടങ്ങി വെച്ചേ, അങ്ങനെ വിചാരിക്കാതെ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് അവരുമായിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യണം. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ദ ഡെവലപ്മെന്റ്. ഓക്കെ, ഞാൻ ജനറലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെ എംപതി ഫീൽ ചെയ്യണം. അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റണം. നമ്മള് ജഡ്ജ്മെന്റൽ ആയിരിക്കരുത്. ഓക്കെ, തെറ്റാണ് നീ ചെയ്തത്, ശരിയായില്ല, അങ്ങനെയല്ല. പിന്നെ ഞാനായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എനിക്കിത് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഞാൻ ഇതിങ്ങനെ ചെയ്തു, അങ്ങനെ പറയരുത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വേദന വളരെ, അവർക്കത് വേദന തന്നെയാണ്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ അങ്ങനത്തെ പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം ഡിഫറെന്റാ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കുക, ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളവർക്ക് ദുഃഖത്തോടെ അവരിയ്ക്കുവാണ്, നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ആ ദുഃഖം ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ, അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ, ദുഃഖം നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത് നമുക്ക് എപ്പോഴും അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് അതൊരു സങ്കടം, ഒരു ഗ്രീഫ് അല്ലെ. ആദ്യത്തെ സാഡ് ആയിരുന്നു, സാഡിൽ നിന്നും അത് ഗ്രീഫിലേക്ക് എത്തുക. നമുക്കത് മാറാതെ ഇങ്ങനെ ചില നഷ്ടങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്കത് എപ്പോഴും ഉള്ളിലുണ്ടാവും. ഇറ്റ്സ് എ ഗ്രീഫ്. അത് കഴിയുമ്പോഴേക്കും ആ ഗ്രീഫോട് കൂടി നമ്മൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അത് മാത്രം ചിന്തിക്കുന്നു, വേറൊന്നും ആക്ഷൻസ് നമ്മളില്ല. നമ്മൾ പഠിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ദാറ്റ് മീൻസ് വിഷാദം, ഡിപ്രഷനിലേക്ക് പോവാണ്. ഓക്കെ, ആ ഡിപ്രഷൻ അത് ഭയങ്കരമായിട്ട് കൂടിയിട്ട് നമുക്കൊട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ബാലൻസും ഇല്ല, ഉറക്കമില്ല, ഭക്ഷണമില്ല, കുളിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ പോകുമ്പോഴാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ, അതായത് മെഡിസിൻസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ നമുക്ക് സാഡ്, ഗ്രീഫ്, ഡിപ്രഷൻ, ആദ്യത്തെ 3 സ്റ്റേജിലുള്ള ആൾക്കാരെ നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. അതിനപ്പുറത്തേക്ക് അവർ പോകുമ്പോഴാണ് നമുക്ക് എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ആള് സാഡ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം, നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ഇടപെട്ട് അവരുടെ ദുഃഖത്തിൽ നമ്മൾ ചേർന്ന് അല്ലെങ്കിൽ അവരെ കേട്ട് അവരെ സമാധാനിപ്പിച്ച് നമുക്കത് അവരെ ആ ഒരു ഗ്രീഫിലേക്ക് പോകുന്നതിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. കാരണം ഗ്രീഫിലേക്ക് പോയി അതിന്റെ പീക്കിലെത്തുമ്പോഴാണ് ഡിപ്രഷൻ ആവുന്നത്. അപ്പൊ ഡിപ്രഷൻ വരെ ആയാലും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ബട്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഒക്കെ സഹായം, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സഹായം തേടുന്നു, മരുന്ന് കഴിക്കേണ്ടി വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാത്തവരെ ആദ്യത്തെ 3 സ്റ്റേജ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഐ ഡോണ്ട് നോ വെദർ ഇതിനകത്ത് പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെയുള്ളവരുണ്ടോന്ന് അറിയില്ല. ബട്ട് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾക്കറിയാവുന്നവര് പോകാതെ നമുക്ക് നോക്കാം. കോവിഡ് ടൈം ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് മാത്രാണ്, ഉപദേശമല്ല, ഒരിക്കലും ഉപദേശമല്ല. അവർക്ക് അവരെ കേൾക്കുക. സമാധാനം, എനിക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സമാധാനം എന്ന് ചിലര് പറയാറില്ലേ. നമ്മൾ ചിലപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അവരോട്, അവരെ നമ്മൾ കേട്ടു. വെറുതെ കേൾക്കലല്ല കേട്ടോ, ഇവിടുന്ന് കേട്ടു, ഹൃദയം കൊണ്ട് കേട്ടു. ഞാൻ തസ്നി ഇപ്പോഴാണ് ജോയിൻ ആയത്. തസ്നി ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഒരു ഇൻട്രോ, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞ ചൈൽഡ് സൈക്കോളജിയാണ് ഞാൻ എടുക്കുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് പാർട്ട് 2-ലെ 6th യൂണിറ്റ് ആണ്. ഓക്കെ, എന്നോട് അപർണ മിസ് പറഞ്ഞു അത് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് പപ്പി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, സോ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും മെന്റൽ ഹെൽത്തും
യെസ്, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു. യെസ്, പപ്പി പപ്പി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പേരെന്തായിരുന്നു? മാം മരിയ മോണ്ടിസോറി അല്ലേ ചെയ്യണേ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ മറിയ മോണ്ടിസോറി എടുക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ സൈക്കോളജി അറിഞ്ഞാലാണ് മറിയ മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് എടുത്തിട്ടില്ല എന്ന് അറിഞ്ഞു. അപ്പൊ എന്നോട് മാം പറഞ്ഞു എന്നാ അത് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ മിസ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാതെ കൺക്ലൂഷൻ ആദ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താന്ന്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ആ ഒരു ഓർഡറിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സൈക്കോളജി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ് തരുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. മോണ്ടിസോറി മെത്തേഡ് പഠിച്ചു കഴിഞ്ഞിട്ട് സൈക്കോളജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി എനിക്കും എളുപ്പമായിരിക്കും. പെട്ടെന്ന് ആ ഫ്ലോ വരും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. മാം മറിയ മോണ്ടിസോറി എടുക്കുമ്പോഴേ ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. അപ്പൊ ഇത് അങ്ങനെ നമ്മള് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും മതി. നമ്മൾ ആക്റ്റീവ് ലിസണിങ്, നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് കേൾക്കുക, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. എനിക്കാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ, നീ എന്തിനാ അങ്ങനെ ചെയ്ത്, ഇത്രയും പൊട്ടത്തരം ചെയ്യാമോ? ഇല്ല, നമുക്കൊരു ഫ്രണ്ടിനോട് ഇനീഷ്യലി പോലും അത് പറയാൻ പാടില്ല. അത്രയും അവര് തകർന്നിരിക്കുമ്പോ നമ്മൾ അങ്ങനെ പറയുന്നത്. അവരൊന്ന് കരകയറി കഴിഞ്ഞ് അവര് സെൽഫ് അനലൈസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ അന്ന് അങ്ങനെ ചെയ്യരുതായിരുന്നു തുടങ്ങുമ്പോൾ നമുക്ക് പറയാം, നീ തിരിച്ചറിഞ്ഞല്ലോ, കുഴപ്പമില്ല, സാരില്ല എന്നുള്ള രീതി പറയാം. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഇവളുടെ അടുത്ത് വരണ്ടായിരുന്നു അങ്ങനെ ഒരു ഫീൽ വരുന്നു. ആദ്യം അവര് പറയുന്നത് കേൾക്കുക, ഒട്ടവോ ദയാട്ടില്ലെങ്കിൽ അവരങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ വാംത്ത്, കെയറിങ്, ഒരു അഫെക്ഷൻ അത് വേണം. ഇനി അതേസമയം നമുക്ക് അങ്ങനെ പേഴ്സണലി ഒത്തിരി അടുപ്പമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, നമുക്ക് അയാളെ കേൾക്കേണ്ടതായിട്ട് വരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അത് ഭയങ്കരമായിട്ടുള്ള പേഴ്സണൽ ഡീപ്പ് റിലേഷനിലേക്ക് പോകാതെ നോക്കണം. കാരണം പലപ്പോഴും അങ്ങനെ പറ്റാറുണ്ട്. ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ലെവൽ ക്രോസ്. ഭയങ്കര നമ്മുടെ കിളി പോകുന്നൊരു മൂവിയാണ്. ആ മൂവി കണ്ടാൽ മനസ്സിലാവും. ട്രീറ്റ്മെന്റിന് വന്ന പേഷ്യന്റുമായിട്ട് ഡോക്ടർ പിന്നെ അടുക്കുന്നു, രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയല്ല, ഒരു ബാരിയർ ഉണ്ട്. ഈവൻ ടച്ച് പോലും, അത് കൊച്ചു കുട്ടികളാണെങ്കിൽ വി ക്യാൻ ഡു. നമ്മുടെ സെയിം സെക്സ് ആണെങ്കിൽ അവർ വല്ലാതെ കരയുവാണെങ്കിൽ നമ്മുടെ ഒരു ടച്ച് അവരെ ഇത് ചെയ്യും. സെയിം സെക്സ് ആണെങ്കിൽ, ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ പ്ലീസ് ഡു കെയർ, ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ അവരോടൊപ്പം കിടന്ന് കരയരുത്. നമുക്ക് ആ ഫീല് വരും, ബട്ട് വി ഹാവ് ടു കൺട്രോൾ അവർ ഇമോഷൻസ്. അവസാനം അവര് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ സൈക്കോളജിന്റെ ചെറിയൊരു ഭാഗത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മള് ആ ഒരു ആള്, അതായത് സൈക്കോളജിസ്റ്റ് ജസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ ലിസൺ ചെയ്യുക മാത്രം ചെയ്താൽ മതി. അതിലൂടെ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ പറയുന്നതിലൂടെ തന്നെ ലാസ്റ്റ് അതിനുള്ള പരിഹാരവും അവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എന്നുള്ള ആ ഒരു തരത്തിലേക്ക് ലിസൺ ചെയ്താലേ ഒക്കെ പറഞ്ഞ ഫീലിങ്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം അതിന്റെ കാരണം പിന്നെ അവര് ഫുള്ളായിട്ട് റിലീസ് ആകുന്നുണ്ട് എന്നുള്ള ആ ഒരു തരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാ, ആക്റ്റീവ് ലിസണിങ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടൂൾ എന്ന് പറയുന്നത്. ആക്റ്റീവ് ലിസണിങ് ആണ്. അത് നമ്മൾ എന്തോ കേട്ടും ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ കേൾക്കണം, നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ കേൾക്കണം. അത് നമുക്ക് എല്ലാവർക്കും പറ്റും. എല്ലാവരും നമ്മുടെ മനുഷ്യരിലെല്ലാം ആ ഒരു ഇതുണ്ട്. അത് അത് ശരിക്കും വരണം. വി ക്യാൻ ഡു മെനി തിങ്സ്. നമ്മളുടെ വീട്ടിൽ തന്നെ പലരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ടൂൾ ഉപയോഗിച്ച്. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെ. സോ നമുക്ക് ഇനി സൈക്കോളജിയിലേക്ക് പോവാം. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ആ സമയത്ത് ഒന്ന് ഷെയർ ചെയ്യട്ടെ. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് എന്താ തന്നെ? മനസ്സിനെ കുറിച്ച്, ഒരാളുടെ മൈൻഡിനെ കുറിച്ചുള്ള ഒരു പഠനം പെട്ടെന്ന് തോന്നുന്നതാണ് സൈക്കോളജി. ഓ, എല്ലാരും വളരെ പറയാ ഡെവലപ്ഡ് ആയി, പോസിറ്റീവ് തിങ്കിങ് ഫോർവേഡ് ഒക്കെ ആയാലും മനസ്സിനെ കുറിച്ചുള്ള പഠനം. പണ്ടത്തെ ഒരു സ്റ്റിഗ്മ എന്തായിരുന്നു? സൈക്കോളജി എന്ന് കേൾക്കുമ്പോ, സൈക്കോളജിസ്റ്റ്, സൈക്കോളജി എന്നൊക്കെ കേൾക്കുമ്പോ
ആദ്യകാലത്ത് മാനസിക പ്രോബ്ലം ഉള്ള സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്നറിയാം. ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരെന്ത് പറയും? കൗൺസിലിംഗ് അല്ല, സൈക്കാട്രി അല്ലേ ഭ്രാന്തിൻ്റെത് എന്ന് പറയല്. സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് അങ്ങനല്ല. സൈക്കോളജിസ്റ്റ് തന്നെ പല രീതിയിലുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കോതെറാപ്പിസ്റ്റ് ഉണ്ട്. തെറാപ്പികൾ അറിയുന്നത് ഡിഫറെന്റ് മെഡിസിൻ അല്ലാതെ തെറാപ്പി അറിയുന്ന സൈക്കോളജിസ്റ്റ് വരുമ്പോഴാണ് സൈക്കോതെറാപ്പിസ്റ്റ് വരുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻസ് കൊടുക്കാനുള്ളതില്ല. പറഞ്ഞ ആ ഒരു ആക്റ്റീവ് ലിസണിങ് പ്ലസ് ചില ഇത് വരുമ്പോ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പോ എഡ്യൂക്കേഷൻ പ്രശ്നമായിട്ടൊരു കുട്ടി വരുന്നു, അതിന് എന്ത് പഠിക്കണം, ആകെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെയൊക്കെ വരുമ്പോ വി ക്യാൻ ഗീവ് ദം ദ സോഴ്സസ്, ലൈക്ക് എവിടെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ലിസണിങ്ങിന്റെ ഒപ്പം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ കൂടെ കൗൺസിലിംഗ് ചെയ്യും. സംടൈംസ് ലിസണിങ് മാത്രം അല്ലെങ്കിൽ അതേസമയം മെഡിസിൻ എടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോയ ഒരാള്, അവിടെ അയാൾക്ക് മെഡിസിൻസ് എടുക്കണം. എന്റെ മുമ്പിൽ ഒരാൾ വന്നു, അയാള് ഫ്രണ്ടുമായിട്ടാണ് വന്നത്. അയാൾ അത്രയും കോൺഷ്യസ് ആയത് കൊണ്ടാണ്, പിന്നെ അയാളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കൊണ്ടാണ് ഫ്രണ്ടുമായിട്ട് വന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട് അപ്പുറത്തിരിക്കട്ടെ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ വേണ്ട, അവൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അതെന്തിനാന്ന് മാമിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അയാളുടെ കൈ ഇങ്ങനെ ടേബിളിലൂടെ നീങ്ങി വന്നിട്ട് ടേബിളിൽ ഇരുന്നൊരു പേന ആള് കയ്യിലെടുക്കുക. ഞാൻ ഇയാൾ എന്തിനാ എന്റെ പേന എടുക്കണേന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പക്ഷെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അയാൾ ഇങ്ങനെ ക്യാപ്പ് ഊരുവാണേ. അയാൾ എന്നോട് പറഞ്ഞെന്നറിയോ, എനിക്ക് ഇത് വെച്ച് മാമിനെ കുത്താൻ തോന്നുന്നു. പക്ഷെ അയാൾക്ക് അവിടെ മെഡിസിൻ ആവശ്യമാണ്. അപ്പൊ അയാൾ പറയണ അയാൾക്ക് മറ്റുള്ളവരെ എന്താ പറയാ ഉപദ്രവിക്കണം എന്ന് അയാൾക്ക് തോന്നുക. അതാണ് അയാളുടെ പ്രശ്നം. അത് അയാൾ കോൺഷ്യസ് ആണ്, അയാൾക്ക് ആ തോട്ട് വരുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് അയാൾ സോഷ്യലൈസ് ചെയ്യുന്നില്ല ആളുകളായിട്ട്. കാരണം അയാൾ നല്ലൊരു ഡ്രൈവറാണ്, അയാൾക്ക് ഡ്രൈവർ എന്നുള്ള ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് അയാളുടെ ഫീലിംഗ്, അയാളുടെ കസ്റ്റമർ ഒരു വണ്ടി വിളിച്ച് ഒരാൾ കൂടെ വന്നാൽ ഇയാൾ അയാളെ ഉപദ്രവിക്കുമോ എന്നാണ് അയാളുടെ ഒരു കൺഫ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് അയാൾ ആ ജോലിക്ക് പോകുന്നില്ല, അങ്ങനെ വീട്ടിലിരിക്കുക. അങ്ങനെ സുഹൃത്ത് ഇയാളെയും കൊണ്ട് വരുവാണ്. അപ്പം സുഹൃത്തിന്റെ ഒപ്പം വന്നത് ഇയാൾ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ തടയാൻ സുഹൃത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഫീലിങ്സിലാണ് ഇയാൾ വരുന്നത്. അപ്പൊ അയാൾക്ക് അവിടെ മെഡിക്കേഷൻ ആവശ്യമാണ്. അയാള് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് മുടക്കാതെ മെഡിസിൻ കഴിക്കണം. കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. അത് മെഡിസിൻ്റെ കുറച്ച് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി ആദ്യം കാണും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ. അതിനുശേഷം സാറ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു. എനിക്ക് അയാൾക്ക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഇത് എനിക്കില്ല. ഞാൻ MSW കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ. അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. കുറേ സമയം, ഒരു 1 hour സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പേന അയാൾ കയ്യിലെടുക്കുന്നത്. അയാൾ പറയുന്നത് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നും, അതുകൊണ്ട് ഇയാള് വീട്ടിനകത്ത് ഇരിക്കുക. അയാൾ കോൺഷ്യസ് ആണ് അയാളുടെ അവസ്ഥയെ കുറിച്ച്. അപ്പം അയാൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അയാളെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാം മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്. അപ്പൊ അതുണ്ട്. ഇനി ഈ പറഞ്ഞ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോ പിന്നെ തെറാപ്പി, പലപ്പോഴും കുട്ടികളിൽ ആദ്യം തെറാപ്പിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡിസിൻ കൊടുക്കുന്നതിനേക്കാളും. എനിക്ക് മാമിന്റെ കൗൺസിലിംഗ് ആക്ച്വലി പ്രൊഫഷണലി കൗൺസിലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. MSW കൗൺസിലിംഗ് ചെയ്തത്, ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്നത് കുട്ടികളിലായതുകൊണ്ട് എനിക്ക് അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കോഴ്സ് എടുത്തത്. പിന്നെ പ്രൊഫഷണലി അങ്ങനെ ആവാൻ താല്പര്യമില്ല. പക്ഷെ എന്നെ അന്വേഷിച്ച് വരുന്നവരെ നിരാശരാക്കാറില്ല, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് ലൈക്ക് പ്രൊഫഷണലി. ഓക്കെ, ഇത് മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ മാം. ഇപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ കാണുന്ന ഒരു ഇൻസിഡന്റ് അത് വലുതായാലും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ മാം, അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എൻ്റെ അടുത്ത് നിറയെ പേര് അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. താങ്ക് യു. ഓക്കെ ഫൈൻ. സോ അത് എങ്ങനെയാണ് ഇപ്പം നമുക്കിപ്പം നമ്മൾ ലിസണിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, സൈക്കോളജി പാർട്ട് ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പൊ എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. മാം, എന്റെ മോന് സത്യത്തിന് മാമിന് ഒരു ചെറിയ അനുസരണക്കേട്, കുറച്ച് വാശി ഒക്കെ ഉണ്ട്. അപ്പൊ മാമിന്റെ ഒരു പേഴ്സണൽ ഒരു കൗൺസിലിംഗ്. വയസ്സുണ്ട്, ജസ്റ്റ് ഏജ് ഒന്നും അറിയാൻ മാത്രം, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അവന് ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുക, 7 വയസ്സുണ്ട്. അവൻ ഇച്ചിരി വാശി കാണിച്ചോട്ടെ പ്ലീസ്.
അല്ല അവൻ ഇച്ചിരി കൂടുതൽ വാശിയാണ് മാം. ഇച്ചിരി കൂടുതൽ വാശി, ഇച്ചിരി ദേഷ്യം നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ട് അനുസരിക്കില്ല. ഒരു ശ്രദ്ധ കുറവ്, പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധ കുറവ്. നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും 101ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ അവൻ ഏതാണെന്ന് ശ്രദ്ധിക്കില്ല. അവൻ വേറെ മൈൻഡിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പല സ്ഥലത്തുനിന്നും കൊണ്ടുപോയില്ല. ഒരു ഹോമിയോയിൽ ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു ഇതുണ്ടല്ലോ, അവിടെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവർ കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു അവന് ശ്രദ്ധ കിട്ടാൻ വേണ്ടി. വേറെ ഒരു പ്രശ്നങ്ങളും അവനില്ല. എല്ലാവരോടും സ്നേഹമാണ്, ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഇത് കുറച്ച് അവന് ടിവിയോടും കുറച്ച് കളിയോടുമാണ് കുറച്ച് താല്പര്യം കൂടുതൽ. ഈ വണ്ടി ഓടിക്കാനും കളിക്കാനും പഠിക്കാൻ അങ്ങനെ വലിയ താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലും കേൾക്കുന്ന കാര്യങ്ങൾ അവൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നല്ലാതെ അവൻ എഴുതി പഠിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പൊ ചോട്ടോ നമ്മുടെ സിനിയുടെ ഒരു അഭിപ്രായം എന്നത് കാണാം. പിന്നെ തസ്നി, നമ്മളിത് വഴിയേ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോകും. നിങ്ങളുടെ കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെന്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ സൈക്കോളജിയിൽ ഇത് വരും. നമ്മള് ലൈക്ക് നമ്മൾക്ക് വരുമ്പോ നമുക്ക് അതൊരു ഭയങ്കര വിഷമായി. എന്റെ കുട്ടി മാത്രമേ, അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് വരും അല്ലെ. ഇപ്പോ നൈബർ അത് ഒരു ചെറിയ മോനാ, ബട്ട് അവൻ വായിന്ന് വരുന്ന അബ്യൂസീവ് വേർഡ്സ് നല്ല പോലെ പറയുന്നത് കേൾക്കാം. എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം. അപ്പൊ അവന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു ഒരു രക്ഷയില്ല, പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ വളരെ നീറ്റാണ്, പുറത്ത് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷെ വീട്ടിനകത്ത് അവർക്ക് ആകെ ആശ്വാസമാണ് വീട്ടിലെ ഉള്ളൂലോ എന്നുള്ളൊരു ആശ്വാസം അത്. അപ്പൊ അവരതങ്ങ് യൂസ് ചെയ്യുക ഭയങ്കരമായിട്ട് കുട്ടികള്. അപ്പൊ അത് മാറും എന്ന് തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കും. കാരണം പിന്നെന്താന്ന് വെച്ചാല് മീഡിയാസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, ഫാമിലിയിലെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ഞാനിപ്പോ ഒരാളുടെ കാര്യമല്ലാട്ടോ പറയണേ, നമ്മുടെ കുഞ്ഞുങ്ങളിലെ പല മാറ്റങ്ങൾക്കും കാരണം ഹൈപ്പർ ആക്ടിവിറ്റി. ശരിക്കും മറിയാം മോണ്ടിസോറി പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി പോസിറ്റീവ് എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. ഡോക്ടർ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. അവൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അവൻ ഒരിക്കലും ഒരു കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കാര്യം അവൻ ചെയ്യുന്നില്ല. അവൻ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ അതിന്റെ ഇടയ്ക്ക് വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ പേന എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, കൈ ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും. അത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഇതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു വൈറ്റൽ എനർജിയാണ്, പോസിറ്റീവ് ആയിട്ടാണ് മറിയാം മോണ്ടിസോറി അന്നത്തെ കാലത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമുക്ക് ആ പോസിറ്റീവ് എനർജി നല്ല ഇതിലേക്ക് യൂസ് ചെയ്യണം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോയി ഇതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ട് ഇവരെല്ലാ ഡ്യൂട്ടീസും ഒന്ന് ഏൽപ്പിച്ചു. അപ്പൊ അവൻ ചെയ്ത് അവൻ ക്ഷീണിച്ചു. അവസാനം അവൻ അടങ്ങിയിരിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അപ്പൊ അവര് ചെയ്ത പണിയാണ് അവനെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ വൈറ്റൽ എനർജി മുഴുവൻ അതിലേക്ക് യൂസ് ചെയ്തു. ഓക്കെ, നമുക്ക് അത് നോക്കാം. അതിനെ കുറിച്ചൊന്നും ഓർത്തും ബോധർ ചെയ്യണ്ട. ഇത് എന്റെ മോൻ TV ഒക്കെ തട്ടി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്. മാം, ഞാന് സ്കിൽ ഡെവലപ്മെന്റിന്റെ കോഴ്സിൽ ട്രെയിനർ ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ 100 പ്രാവശ്യം പറഞ്ഞു 101ാമത്തെ പ്രാവശ്യം വീണ്ടും പറയണമെന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ കുട്ടിക്ക് അറ്റൻഷൻ കുറവുള്ള കുട്ടികളാണ് അങ്ങനെ കാണിക്കുക. അപ്പം അവർക്ക് അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അറ്റൻഷൻ കൂടാനോ അതിലൂടെ അത് മാറാനോ പറ്റും. മൊഫീദ എന്തായിരുന്നു പറഞ്ഞ പേഴ്സണൽ ട്രെയിനർ ആയിരുന്നോ? സ്കിൽ ഡെവലപ്മെന്റിന്റെ ട്രെയിനർ ആയിരുന്നു. അതായത് മക്കളുടെ അറ്റൻഷൻ, അതേപോലെ ഫൈൻ മോട്ടോർ മസിൽ ഡെവലപ്മെന്റ്, ഒരു 3 to 4 ഇയേഴ്സിലെ കുട്ടികളുടെ ഒരു 7 ഇയേഴ്സ് വരെയുള്ള അങ്ങനത്തെ കുട്ടികൾക്കുള്ള. പ്ലീസ് ഷെയർ വിത്ത് തസ്നി. ഓക്കെ മൊഫീദ. യെസ്. അപ്പൊ നമ്മള് സൈക്കോളജി എന്ന് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് ടെക്നിക്കൽ ഒന്ന് റീജോയ് എന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ സ്റ്റിഗ്മ ഈ പറയുന്ന എന്താ പറയാ ആളുകൾക്ക് എന്തോ പ്രശ്നമാണ്, അതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എല്ലാരും സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അവരൊരു വലിയൊരു കാര്യം ഡിസിഷൻ അല്ലെങ്കിൽ ഒരു മാച്ചിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമിന് മുമ്പ് സ്കൂളുകൾ തന്നെ കുട്ടികൾക്ക് നല്ലൊരു സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ ജനറലി സൈക്കോളജി എന്ന് പറഞ്ഞ ഇറ്റ് ഇസ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ. ഒരു ബിഹേവിയറൽ സയൻസ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് ഈ സൈക്കോളജി തന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പൊ നമ്മള് പി ജിക്കാർക്ക് അറിയാം മാനേജ്മെന്റ് പഠിച്ചു, മാനേജ്മെന്റ് നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ എന്തിനായിരിക്കും? കുട്ടികളിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇതാക്കിക്കൊണ്ട് അവരുടെ പഠനങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാനും നല്ല രീതിയിൽ വളർന്നു വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് എനിക്ക് തോന്നുന്നു. മുന്നിൽ വരുന്ന കുട്ടിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ശരിയായിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അപ്പൊ നമുക്ക് റിജു ഇപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റിജു. ടെക്നിക്കൽ സപ്പോർട്ട് കേട്ടോ റിജോയും രാഖി ഓഫീസിൽ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിൽ 10 പേരോ 100 കുട്ടികളോ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ മനസ്സിലാകും അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ നീഡ്സ് എന്താണ്, എവിടെയാണ് അവർക്ക് ഒരു ബ്ലോക്കിംഗ് ഉള്ളത്, അത് മനസ്സിലാക്കി നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കും. അതാണ് ഈ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്. കുട്ടികളുടെ ബിഹേവിയർ അതിന്റെ സ്റ്റഡി തന്നെയാണ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സെറ്റിംഗ് സൈക്കോളജി. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ. ഒരു 1996 ആ ഒരു കാലഘട്ടത്തിൽ 10th ഉള്ള ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ 1994 ഞാൻ 10th പാസ്സായത്. ആ സമയത്ത് റാങ്കിങ് സിസ്റ്റം ആയിരുന്നു അല്ലെ. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനെ 15 റാങ്ക് വരെ എങ്ങാണ്ട് പേപ്പറിലൊക്കെ വരും. ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അത് കുട്ടികളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നും പറഞ്ഞ് കുറെ പേര് പറഞ്ഞപ്പോഴാണ് റാങ്കിങ് സിസ്റ്റം മാറ്റിയത്. 1996 SLC ബാച്ച് റാങ്കിങ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നത് ആ വർഷം തുടങ്ങിയായിരിക്കാം. 96 ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു കേട്ടോ. അന്ന് +1 +2 അല്ല. ഞാൻ കഴിഞ്ഞൊരു 2 ബാച്ച് എന്തോ കഴിഞ്ഞപ്പോഴായിരിക്കണം പ്രീ ഡിഗ്രി കോഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് +1 +2 ആയി. കോളേജുകളിൽ പിന്നെ ഡിഗ്രി കോഴ്സ് തുടങ്ങിയുള്ളത് മാത്രം സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം അപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ കാലാകാലങ്ങളിൽ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡിഗ്രി 3 years എന്നുള്ളത് ഇപ്പോ സെമസ്റ്റർ വൈസ് ആക്കി, പിന്നെ അതിപ്പോ 4 years അങ്ങനെ, പിന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സസ്, അങ്ങനെ പല രീതിയിലും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബട്ട് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാറ്റങ്ങൾ വരുമ്പോ നല്ല രീതിയിലായിരിക്കും വരുന്നത്. ബട്ട് പലപ്പോഴും ഇതിന് ആ ഒരു ഇമ്പാക്ട് കുറഞ്ഞു വരുന്നു, ഇമ്പാക്ട് ശരിയാകുന്നില്ല. അപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം മാറ്റി, കുട്ടികളില് പാസ് പെർസെന്റേജ് കൂട്ടി, അങ്ങനെ ഇങ്ങനെ വന്നിട്ടും എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ശരിയായ രീതിയിൽ എഴുതാനോ വായിക്കാനോ അറിയില്ല. +2 കുട്ടികളെ എക്സാമിന്റെ ആൻസർ ഷീറ്റ് എഴുതുന്ന കാണാം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്നാണെങ്കിൽ ആ എഴുതുന്ന പോലെ തന്നെ നമ്മൾ എഴുതും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് അങ്ങനെയല്ല, നമ്മൾ ആ രീതിയിൽ തന്നെ ആ സ്ട്രക്ചറിൽ എഴുതി പോകും. ഇപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നത്? പാസ് ആകാനുള്ള പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഇത്രയും മതി, ഒരു ആൻസർ ഷീറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അറിഞ്ഞാലും എഴുതില്ല, അറിയില്ലെങ്കിലും എഴുതില്ല. അത്രയും മടിയായി. ആ ഒരു ചെറിയൊരു ഡിജിറ്റൽ സ്ക്രീനിലേക്ക് ആയിക്കഴിഞ്ഞു അവരുടെ മനസ്സ്. അപ്പൊ അത് വൈഡായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ നേരിട്ട് കണ്ടതാണ് +2 സ്റ്റുഡൻസ് അവരുടെ ഇടയിൽ ഒരു ഇന്റർവെൻഷൻ നടത്തുന്ന സമയത്ത് അവരുടെ ആൻസർ ഷീറ്റ് അവരുടെ ടീച്ചേഴ്സ്, ഞാൻ അക്കാദമിക്സ് ഒന്നും ചെയ്യുന്നില്ല, അല്ലാതെ അവരുടെ മെന്റൽ ഹെൽത്തിലായിരുന്നു ഞാൻ ചെയ്തത്, ആൻസർ ഷീറ്റ് എടുത്ത് കാണിച്ചത്. എഴുതാൻ പറഞ്ഞിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ 3 പോയിന്റ്സ് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ അവന് 1 മാർക്ക് കിട്ടുമായിരിക്കും. പോയിന്റ് ഉണ്ട്, 1 മാർക്ക് അവിടെ കിട്ടുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് എഴുതാനാ പറഞ്ഞത്. ബട്ട് അവൻ എഴുതിയത് 3 ബുള്ളറ്റ് പോയിന്റ്സ്. അവന് പാസ്സാകാനുള്ള മാർക്ക് മതി, ഭയങ്കര മാർക്ക് വേണ്ട. സോ അങ്ങനെ കുട്ടികളിലെ ആ ഒരു, അപ്പം നമ്മള് മെന്റൽ ഹെൽത്തിന് ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് വരാനുള്ള കാര്യം അതാണ്. സോ ഞങ്ങൾ ഇത്രയും പഠിച്ചു മാർക്ക് വാങ്ങിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. ആയിഷ ഷെയർ ചെയ്താണ്ടോ കുട്ടികൾക്ക് ലെറ്റേഴ്സ് പോലും മേ ബി ഒരു കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ട്, അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കുട്ടികളിൽ. ഈ ഒരു അക്ഷരം അറിയാത്തതിന്റെ പ്രശ്നം കുറെയൊക്കെ ഉണ്ട്, അത് തന്നെയാണ്.
ഡെഫിനറ്റ്ലി ചില മീഡിയത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചില എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ CBSE അങ്ങനെയുള്ളവരിലൊക്കെ അത് കുറെയൊക്കെ അവിടെയൊന്നും വലിയ പ്രോബ്ലംസ് വന്നില്ല. ഇങ്ങനെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒട്ടുമിക്ക കുട്ടികളുടെ അവസ്ഥ ഇതാണ്. +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് പോലും 80% കോവിഡ് ബേബീസ് ആയത് കാരണം അവർക്ക് ഭയങ്കര മാർക്ക്, പക്ഷെ എഴുതാനും വായിക്കാനും ഒട്ടും അറിയാത്ത കുട്ടികൾക്കാണ് ഈ 80% മാർക്ക് വന്നിരിക്കുന്നത്. സോ അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ ഓക്കെ, ആ ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സൈക്കോളജി എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്കൊരു ഇൻട്രൊഡക്ഷനുള്ള സമയമുള്ള അപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ മൊഡ്യൂൾ 1 പാർട്ട് 1 നിങ്ങൾ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും അത് ആയിരിക്കാൻ വേണ്ടുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പിന്നെ വെൽനസ് എന്താണ് ശരിക്കും, വെൽനസിന്റെ ശരിയായ ഒരു ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാലോ, 3 കോർണേഴ്സും ഉണ്ട്, 3 സൈഡ്സും ഉണ്ട്. ആ 3 കോർണറിലും നമ്മൾ ഈ ഓരോ സാധനം ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഇത് 3ഉം കണക്റ്റഡ് ആയിട്ടിരിക്കും. അതാണ് ശരിക്കും ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് WHO പറയുന്നത്. ഓക്കെ, സോ സൈക്കോളജി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എന്തെങ്കിലും ഞാൻ എടുത്തോട്ടെ. മാം അത് ടെസ്റ്റിൽ എത്രാമത്തെ പേജാ? എനിക്കുള്ള പേജ് ആയിരിക്കില്ല ഒരു പക്ഷെ നിങ്ങൾക്ക്, കാരണം ഒരു യൂണിറ്റ് ആയിട്ട് സെപ്പറേറ്റ്. 57. ഓക്കെ ഓക്കെ. കുറെ സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ നമുക്ക് ഇങ്ങനെ റെഫറൻസ് നല്ലതായിരിക്കും. സിഗ്മണ്ട് ഫ്രോയിഡ് അതിലൊരാളാണ്, ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ്. കുറെ എന്താ പറയാ കോൺട്രഡിക്ഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, പക്ഷെ സൈക്കോളജി പഠിക്കുന്നവരെല്ലാം ഒരു ബാലപാഠം പോലെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ആണ് സയന്റിഫിക് സൈക്കോളജി എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, സോ നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാ പൊതുവെ പാരഗ്രാഫ് റീഡ് ചെയ്ത് അങ്ങനെ പോവാണോ? നമുക്കിവിടെ എത്ര പേരുണ്ട്? പാരഗ്രാഫ് വായിച്ച അർത്ഥം പറഞ്ഞു, സെന്റൻസ് പറ്റില്ല കേട്ടോ. ഓക്കെ, സോ സൈക്കോളജിയുടെ ആ ഒരു ഒറിജിൻ, ആ ഒരു വേർഡ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു വരുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. ആരാ റീഡ് ചെയ്യാം? ഓഡിയോ ഡിസ്റ്റർബൻസ് ഇല്ലാതെ റീഡ് ചെയ്യാൻ പറ്റുന്ന ആരാ? PG ക്ലാസ്സിലൊക്കെ അത് പറ്റില്ലല്ലോ, കുറെ ബാച്ചസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ തമ്മിലൊരു ധാരണ എത്തു. ആദ്യം ഒരു പാരഗ്രാഫ് ഒരാള്, അപ്പൊ നെക്സ്റ്റ് ആള് അടുത്തതെന്നുള്ള രീതിയിൽ തമ്മിലൊരു ധാരണ എത്തിക്കോളൂ. Psychology. About psychology. The word psychology comes from the Greek word where psych means soul and logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now, it has different wings and many researchers and creations are still being in progress. Okay, ma'am. ചെറിയൊരു പാരഗ്രാഫ് അല്ലേ, നെക്സ്റ്റ് പാരഗ്രാഫും കൂടെ വായിച്ചു പ്ലീസ്. Okay, ma'am. Psychology is usually defined as the study of human behavior. Some psychologists have gone a step forward. They say that psychology is the science of behavior and cognitive processes. Those who work in the field of education are concerned with educational psychology, which is the application of psychological principles to education. It can be called applied psychology. All the teachers learn educational psychology as a part of their training course.
സോ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. സോ ഇറ്റ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ. സോ നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു കുട്ടി, ഈവൻ തോ അമ്മമാര് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് ഈ ഒരു സ്റ്റഡി. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പ്രൊഫഷണലി നമ്മളത് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളിലെല്ലാം ഇതിങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. സോ എഡ്യൂക്കേഷണൽ സെറ്റിംഗില് ടീച്ചേഴ്സ് അങ്ങനെ ആയി പോകുന്നവര് ഡെഫിനറ്റ് ആയിട്ടും ഇത് അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ടാണ്. BEdലൊക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ടും എല്ലാം ഉണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെയുണ്ട് ശരിക്കും. ഓക്കെ, സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി വരുന്നത്. പിന്നെ ഇതിനകത്ത് സൈക്കോളജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. നമുക്കറിയാം ലാംഗ്വേജിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യന്റ് ആയിട്ടുള്ള പല പഴയ ലാംഗ്വേജിൽ നിന്ന് പലതും ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ടാണ് പല വേർഡും ഉണ്ടായിട്ടിരിക്കുന്നത്. സോ PSYCHE എന്ന് പറയുന്ന പോലെ മീൻസ് സോൾ. സോൾ ആണ്. ലോഗോസ് മീൻസ് സയൻസ്. അപ്പൊ സോളിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻസ്, ദാറ്റ് ഇസ് സൈക്കോളജി. പിന്നെ കുറെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇതിന്റെ കുറെ പ്രാക്ടീസും കുറെ തിയറിയുടെ ആപ്ലിക്കേഷൻസും പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസും എല്ലാം വരുന്നുണ്ട്. ഇതിന് പല ബ്രാഞ്ചസ്, ഇതിന്റെ വിങ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുവാണ്. ഇത് വലിയൊരു മരമാണെങ്കിൽ അത്രയും ബ്രാഞ്ചസ് ആ രീതിയിലാണ് സൈക്കോളജി പോകുന്നത്. ഓരോ കാലഘട്ടം കഴിയും തോറും അതിങ്ങനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് വരുവാണ്. പല റിസർച്ചും ക്രിയേഷൻസും എല്ലാം നടക്കുന്നുണ്ട് പ്രോഗ്രസ്. ഇപ്പൊ തന്നെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇത് കൂടുതൽ വൈഡൻഡ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റഡി തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നടക്കും. പലപ്പോഴും ഇത് ഇങ്ങനെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള കാരണം അത് ഡീല് ചെയ്യുന്ന ഒരു മെത്തേഡ് ശരിയാവാതെ വരുമ്പോഴാണ്. ഇപ്പൊ DPP എന്നുള്ളൊരു മെത്തേഡ് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ നല്ല വശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാതെ വന്നപ്പോഴാണ് അത് ഒരു ഫെയിലർ ആയി പോയത്. അങ്ങനെ ശരിക്കും മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ചെറിയ വേർഷൻ തന്നെ DPP മെത്തേഡിൽ ഉണ്ടായിരുന്നു. നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്ലൈഡ് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അവിടെ നിന്ന് പറഞ്ഞ ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. ഓക്കെ, നമുക്ക് ഒരു പാരഗ്രാഫും കൂടെ വായിക്കാൻ സമയമുണ്ടോ? സ്ലേറ്റ് ആയിട്ട് ക്ലാസ് തുടങ്ങിയത്, വേറെ ക്ലാസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടായിരുന്നു. നിങ്ങൾക്ക് ടൈം ഉണ്ടോ? ലീവ് ചെയ്യുവാണോ? കുഴപ്പമില്ല മാം. ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി, അത് നമുക്ക് കുറച്ചധികം പറയാനുണ്ട്, കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ പ്ലീസ് റീഡ് ദിസ് പാരഗ്രാഫ് ഓൾസോ. ഞാൻ വായിക്കട്ടെ. Okay, very recently, another wing of psychology has shown fast and dynamic progress, which is developmental psychology or lifespan psychology. It deals with the changes in behavior and cognitive process over the lifespan. Therefore, it is very much related to child psychology and education. Psychology, which all teachers are wanted to know. Child psychology is Child psychology is concerned with the development and behavior of children. This wing of psychology differentiates children from adults and deals with their behavior and development from a practical, systematic point of view. H.R. Schaffer has defined it as the scientific study of children's behavior and development. Okay, ma'am. Yes. So ചൈൽഡ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഇസ് കൺസേൺ വിത്ത് ദ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, അല്ലെ കുട്ടികളുടെ ഡെവലപ്മെന്റ്. ദാറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ദിസ് ചൈൽഡ് സൈക്കോളജി. ഒരമ്മമാരും ചൈൽഡ് സൈക്കോളജി പഠിച്ചിട്ടൊന്നും അല്ലേ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ബട്ട് അവർക്ക് അറിയാം അവരുടെ ഓരോ റെസ്പോൺസ് എന്താണ്, നെക്സ്റ്റ് മൊമെന്റിൽ അവർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അവരുടെ നീഡ്സ് എന്താണ് എന്നറിഞ്ഞ് തന്നെയാണ് കുട്ടിയുടെ മദർ അല്ലെങ്കിൽ കെയർ ഗീവർ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കുട്ടികൾ സ്കൂളിൽ നിന്നുള്ള ഒരു എൻവയോൺമെന്റിൽ എത്തുമ്പോൾ, വീട്ടിലെ കാര്യമായിട്ട് ഇത് പറഞ്ഞത്, സ്കൂളിൽ നിന്നുള്ള എൻവയോൺമെന്റിൽ എത്തുമ്പോൾ ഡെഫിനറ്റ്ലി ആ ടീച്ചർക്ക് അറിയാം വാട്ട് ദ ചൈൽഡ് നീഡ്.
നീഡ്സ്, ആ കുട്ടിക്ക് എന്ത് വേണം, അങ്ങനെ ഓരോരോ കുട്ടികൾക്കും അത് മനസ്സിലാക്കുന്നു. സോ അതാണ് ചൈൽഡ് സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വരുമ്പോൾ ടീച്ചർക്ക് മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. എഡ്യൂക്കേഷണൽ സൈക്കോളജി അവർ മനസ്സിലാക്കുന്നു. അപ്പൊ HR ഷോഫർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഡെവലപ്മെന്റ് സൈക്കോളജിയാണ്. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജി ഒരു ലൈഫ് സ്പാൻ സൈക്കോളജി. നമ്മളുടെ ജീവിതം എങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുവാണ് അല്ലെ, അപ്ഡേറ്റഡ് ആവുന്നുണ്ട് പലപ്പോഴും, അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ അതിനനുസരിച്ച് ഇതൊരു ഡൈനാമിക് പ്രോഗ്രസ് ആണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വിങ് ആയിട്ട്, അനദർ വിങ് ആയിട്ട് പറയുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജി. അദ്ദേഹം പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റും അവരുടെ ബിഹേവിയറും അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ഈ ഡെവലപ്മെന്റ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി ഇതെല്ലാം കൂടെ വരുന്നത്. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. ബ്രിട്ടീഷ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ജർമ്മൻ ബോൺ ആണ്. ഓക്കെ, സോ അത് അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് നമ്മൾ അതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, ഇത്രയും ഒരു കാര്യം മനസ്സിലാലോചിച്ചുകൊണ്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജിയും അതിന്റെ ഡെവലപ്മെന്റും കുട്ടികളുടെ ഡെവലപ്മെന്റും മനസ്സിലാകും. ഒരു അഡൾട്ട് ഒരു കാര്യം ചെയ്യുന്നു, ഒരു കുട്ടി അതേ കാര്യം ചെയ്യുന്നു, വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ജഗ്ഗിലേക്ക് വെള്ളം ഫില്ല് ചെയ്യണം. ഓക്കെ, അഡൾട്ട് ആ ജോലി ചെയ്യുന്നു. ഒരു കുട്ടിയെ നമ്മൾ ആ ജോലി ഏൽപ്പിക്കുമ്പോൾ എന്തെല്ലാമാണ് ആ കുട്ടിയിലൂടെ കടന്നു പോകുന്നത്? അഡൾട്ടിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അഡൾട്ട് എടുക്കുന്ന ടൈം അഡൾട്ട് എന്തായിരിക്കും ചിന്തിക്കുക? കുട്ടി എടുക്കുന്ന ടൈം കുട്ടി എന്തായിരിക്കും ചിന്തിക്കുക? ഒന്ന് ആലോചിക്കും. ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യണം. നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു ജഗ്ഗില് ഫില്ല് ചെയ്ത് നമ്മൾ വീട്ടിൽ വെക്കൂലേ? അപ്പൊ ആ ഒരു പണി ഒരു അഡൾട്ടിനെ ഏൽപ്പിക്കുന്നു, ഒരു കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുകുട്ടി മേ ബി ഒരു 3-3.5 വയസ്സുള്ള കുട്ടി എന്ന് വിചാരിച്ചു. ഇവര് രണ്ടുപേരും അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് ഒന്ന് ആലോചിച്ച് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, then താങ്ക് യു സോ മച്ച്. എന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തതിലും കേട്ടതിലും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഉണ്ടോ? Thank you, ma'am. സൈനട്ട് ഉണ്ടോ? താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. എന്റെ കാക്ക കരഞ്ഞ്. സൈനോട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ വെയിറ്റ്. സൈൻ ഔട്ട് പറ, ആരുമില്ലേ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ മാം. ആരും ഇല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലെ? സോ ജോളി, യു ക്യാൻ പ്ലീസ്. ഉണ്ടെങ്കിൽ പറയുക, ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ആരും ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം അവോയ്ഡ് ചെയ്യേണ്ടെന്നിട്ടാണ് ഞാൻ പറയട്ടോ എന്ന് ചോദിച്ചത്. എല്ലാരും പോകുന്നു, അതിന് മുമ്പ് ഞാൻ പറഞ്ഞു. പറയട്ടെ മാം. Good morning, respected ma'am and all the classmates. I am Jolie from Chennai. Now we are going to one quote says, APJ Abdul Kalam. To succeed in your mission, you must have single-minded devotion to your goal. Thank you, ma'am, and all the classmates. Have a wonderful class. Have a nice day. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, Thank you, ma'am. ma'am. രസ്നയ്ക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് മാമിന്റെ അടുത്ത്. അല്ല മാം, ഞാൻ നേരത്തെ ചോദിച്ച കാര്യം പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നമുക്ക് നോക്കാം കേട്ടോ. കൗൺസിലിംഗ്. ഓക്കെ, എന്റെ അടുത്ത് വരുന്നവരാരും ഞാൻ നിരാശരാക്കി വിടാറില്ല. പ്രൊഫഷണലി ചെയ്യാറില്ല എന്നേ ഉള്ളൂ. വേറെ കുട്ടികളുടെ ആവശ്യങ്ങളാണ് കൂടുതൽ വരാറേ. അപ്പൊ പിന്നെ നമ്മൾ ഒട്ടും. മാം ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതിനാ ഞാൻ വെയിറ്റ് ചെയ്ത്. രസ്ന പറഞ്ഞിട്ട് മതി. രസ്ന പറഞ്ഞോ? പറഞ്ഞോ തമന്ന പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല മാം, അതെ ഒരു ഡൗട്ട് ഈ നമ്മുടെ ഇന്റേൺഷിപ്പുമായിട്ടേ മാം ഒന്ന് ഇതുപോലെ ഫ്രീ ആകുമ്പോ ചോദിക്കാന്ന് വിചാരിച്ചു. ഓക്കെ.
മാം അതെ, നമ്മളിപ്പോ ഞാനിപ്പോ ഒരു ചെറിയൊരു ഇസ്ലാമിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോ. അപ്പൊ അവിടെ 8th +2 ആണ് എടുക്കുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് പ്രീ പ്രൈമറി ഉണ്ട്. അപ്പൊ ഞാൻ ജയദേവ് സാറിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇനി സെപ്പറേറ്റ് ഒരു ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് ഈ കൊച്ചു കുട്ടികളായിട്ടൊരു ഇന്ററാക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞു കുട്ടികളുമായിട്ടേ 3 to അപ്പൊ നമുക്ക് അവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇസ്ലാമിക് സ്കൂളാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ ആണോ? ഓ സ്കൂൾ ഏതായിരുന്നു? സ്കൂളിന്റെ പേരാണോ ചോദിച്ചേ? അതെ അതെ. അത് അൽ ഫിത്ര എന്ന് പറയും, പ്രീ പ്രൈമറി എഡ്യൂക്കേഷന്റെ. എവിടെയായിട്ടാ? ഇത് ഇവിടെ പാലാങ്കോണം, ട്രിവാൻഡ്രം. ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് ഇവർക്ക്. ഓൾ കേരളയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കൊച്ചിയിലുണ്ട്. ആ ഉണ്ട് ഉണ്ട്. അവിടെ ഇവിടെ കണിയാപുരം ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പൊ അവിടുത്തെ ഇവിടെ ഖുർആൻ പഠിപ്പിക്കും. പ്ലസ് ഇതേപോലെ നമ്മുടെ ഓക്സ്ഫോർഡ് സിലബസ് ഇല്ലേ, അത് തന്നെയാ ചെയ്യുന്നത്. വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ ആരും ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഈ സ്കൂള് ചെയ്യുമ്പോ ഈ വലിയ സ്കൂൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് ഇന്റേൺഷിപ്പ്. ഞങ്ങള് മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത് പീസ് ഇന്റർനാഷണലില് നിറയെ കുട്ടികളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പീസ് ഇന്റർനാഷണലിൽ നിന്ന് എനിക്ക് കോള് വന്നിരുന്നു ജോബ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ മറ്റേ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നില്ലേ. ഒരു മിനിറ്റ്, ഒരു പ്രിയർ വന്നിട്ടുണ്ട് തോന്നേ. ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്കൂളിൽ ചെയ്യുന്നോണ്ട് അതല്ലേ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അവിടെ പ്രീ KG ഉണ്ടല്ലോ. തമനയ്ക്ക് ചെറിയ കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ലേ പ്രീ KGയിൽ ചെയ്യാനായിട്ട്? സമ്മതിക്കാം, പറയാന്ന് പറഞ്ഞു മാം. അപ്പൊ അതും ഇതും മുന്നോട്ട് കൊണ്ടുപോകാലോ, നമ്മുടെ വർക്കും കൊണ്ടുപോവാം അല്ലേ? ഇതും കൂടെ ഇന്റേൺഷിപ്പും കൂടെ നമ്മുടെ ഇപ്പൊ തുടങ്ങാനാണ്. ഇല്ല, ഞാൻ കുറച്ചും കൂടെ മോണ്ടിസോറിയൊക്കെ ഒന്ന് പഠിച്ചിട്ടേ കൊച്ചു കുട്ടികളെ പോകണുള്ളൂ. 8ാം ക്ലാസ് മാം ഇപ്പൊ പറഞ്ഞപ്പോ ഒരു ട്രോമയുള്ളൊരു കുട്ടി ഉണ്ടേ. അപ്പൊ നമുക്കറിയാം ഇതിനപ്പോ അവള് നല്ല ബാക്കിലോട്ടാ. നമ്മൾ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് എന്റെ മുഖം ഒന്ന് മാറിയ അവള് കരയും. ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്കറിയാം സ്ട്രെങ്ത് ഒക്കെ കുറവാണ്, ഇസ്ലാമിക് സ്കൂൾ അല്ലേ. പക്ഷെ എന്നാലും ഈ പിള്ളേരുമായിട്ടുള്ള അപ്പൊ 8 വേറെ +2 ഒക്കെ വലിയ കുട്ടികളല്ലേ. കൊച്ചു കുട്ടികളുമായിട്ടുള്ള നമ്മൾ ഈ മോണ്ടിസോറി നല്ലോണം പഠിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ടീച്ചിങ് പ്രാക്ടീസ് പോകുന്ന നമ്മുടെ കോഴ്സിന്റെ ഒരു മിഡ് ആവുമ്പോഴാണ്, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജിയും കഴിഞ്ഞ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ്. നമ്മുടെ പല ട്രെയിനീസും അങ്ങനെ പോയി സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ പോവാം. അങ്ങനെ തന്നെ നമ്മളും ഇതിനകത്ത് ഒരുപാട് പേരും വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെയാ. ഞാൻ ജയദേവ് സാറും പറഞ്ഞു, എന്നോട് പറഞ്ഞത് ഇതേപോലെ ഒരു 6 മാസം മിനിമം 6 മാസമെങ്കിലും നല്ലോണം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോയാൽ മതി എന്ന് പറഞ്ഞു. തുടക്കത്തിലേ പോയി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങാനും അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയാലോ, നമുക്ക് സയന്റിഫിക് അറിയാതെ പോയിട്ടേ. ആണ് ഇതിനകത്ത് മെത്തേഡ് ഒന്നും പഠിക്കാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കറക്റ്റും ജെന്യൂനും ആയിരിക്കണമല്ലോ. ആണ്. പിന്നെ 3 വയസ്സ് തൊട്ടുള്ള പിള്ളേരാകുമ്പോൾ നല്ലോണം കെയർ ചെയ്യണം. ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു നോട്ടം അവരെ പേടിപ്പിക്കുന്ന അതെ നമുക്കവിടെ ഉണ്ട്. ഞാൻ ഈ അടുത്ത് എന്റെ മുകളിലത്തെ ബിൽഡിങ്ങിലാണ് നമ്മുടെ വലിയ ക്ലാസ് കേട്ടോ. അവിടെ ക്ലാസ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോ ഒരു കൊച്ചുകുട്ടി 3 വയസ്സേ ഉള്ളൂ. അവന് വെള്ളം എടുത്തിട്ട് മൊത്തം എന്റെ ദേഹത്തോട്ട് കുടഞ്ഞു. അപ്പൊ കൂടെ ഉള്ളൊരു കൊച്ചു പറഞ്ഞു അയ്യോ അത് ടീച്ചറായിരുന്നു. ഉടനെ ആ കുട്ടി പേടിച്ച് വിറച്ചു. പിന്നെ ഞാൻ സൈഡിൽ കൊണ്ടുപോയി ഒന്നുമില്ല മോനെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് പേടിപ്പിക്കുന്ന ഒരു ടീച്ചറായിരിക്കും. അയ്യോ എന്തായാലും രസ്ന പറഞ്ഞോടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നെന്ന് തോന്നുന്നു മാമിനോട് സംസാരിക്കും. 1:30 പറഞ്ഞു തീർക്കണേ, 1:30 ക്ലാസ് ഉണ്ട്.
അല്ല മാം, ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് മാമിന്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്യോണ്ട്. മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഞാൻ മറിയ മോണ്ടിസറിയുടെ അസൈൻമെന്റ് റഫ് ബുക്കിലോട്ട് എഴുതിയിട്ട് പിന്നെ കംപ്ലീറ്റ് റീഡ് ചെയ്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാമെന്നാ കരുതിയ. പക്ഷെ അപ്പോഴത്തേക്കും ഷെറീന മാം അങ്ങ് പോയതുകൊണ്ട് ഉടനെ സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു മൂഡ് അങ്ങ് പോയി. മാം പറഞ്ഞായിരുന്നു 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചപ്പോൾ മാമും അങ്ങ് പോയി. ഇനിയിപ്പോൾ ധൃതി പിടിക്കാതെ കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഒരു ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ എൻ്റെ മൈൻഡിൽ കിട്ടിയതിന് ശേഷം പതുക്കെ ചെയ്താൽ മതിയെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇങ്ങനെ തോന്നിച്ചുകൊണ്ട് ഞാൻ അങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം പെട്ടെന്ന് അത് ചെയ്ത് ഷെറീന മാമിന് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടോ പതുക്കെ മതിയോ എന്നുള്ള ഒരു ഡൗട്ട്. അത് ആർക്കാ ഇനി ചെയ്യേണ്ടത്? ഇപ്പൊ മാമ പഠിപ്പിക്കുന്നെങ്കിൽ ജിഷ മാമിനാണോ സബ്മിറ്റ് ചെയ്യുന്നത്, ഷെറീന മാമിനാണോ? സബ്മിറ്റ് ചെയ്യുന്ന ചാനലിൽ തന്നെ സബ്മിറ്റ് ചെയ്തോളൂ, നമ്മളത് വെരിഫൈ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണെങ്കിൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കുക. മാം തന്ന അസൈൻമെന്റ് എന്തായിരുന്നു? മാം മറിയ മോണ്ടിസറിയെ പറ്റിയിട്ട് ബ്രീഫ് എക്സ്പ്ലനേഷൻ, മോണ്ടിസോറിയെ പറ്റി അതിന്റെ ഒബ്സർവേഷനെ പറ്റി രണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെയിൻ സബ്ജക്റ്റ് നമ്മുടെ മറിയ മോണ്ടിസോറി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് 1 വർഷം സമയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ കുറച്ച് ബ്രീഫ് എക്സ്പ്ലനേഷൻ അല്ലാതെ കുറച്ച് ഇലാബറേറ്റ് ആക്കി കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുമല്ലോ. ടൈം ഉണ്ടല്ലോ, ആ എഴുതി വെച്ചതെടുത്ത് വായിച്ചു കഴിയുമ്പോഴെന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തേ. ടൈം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്തോളൂ, അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ ചെറിയ ക്ലാരിറ്റി വരാനുണ്ട് മാം. നമുക്ക് പറഞ്ഞോട്ടെ ചേച്ചി, പറഞ്ഞു കഴിഞ്ഞോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. മാം പോയെങ്കിലും ഞാൻ 2 മാസം കഴിഞ്ഞത് സബ്മിറ്റ് ചെയ്താലും ഷെറീന മാമിന് സബ്മിറ്റ് ചെയ്താൽ എനിക്ക് റിസൾട്ട് വരുന്നതിന് പ്രോബ്ലം ഒന്നും വരത്തില്ലല്ലോ? ഓക്കെ ഓക്കെ, താങ്ക് യു മാം. മാം അതുപോലെ നമുക്ക് സെക്കൻഡ് ഒരു അസൈൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആർക്കും ആ പോർഷൻ അത്ര ക്ലാരിറ്റി ഇല്ല. എല്ലാവർക്കും ഡൗട്ട് ആണ്. ലവേഴ്സ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ. പക്ഷെ അതില് കുറച്ച് ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും. അതെ, നമ്മൾ ഗ്രൂപ്പിൽ അത് പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ചെയ്തതാണ്. അപ്പൊ മാമിനോട് അതൊരു ദിവസം ഒരു ക്ലാസ് ആയിട്ട് എടുത്തിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതിയോ? കാരണം മാം നമ്മളോട് പറഞ്ഞത് ലവേഴ്സ് ഓഫ് സൈലൻസ് മെയിൻ ആയിട്ട് 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് വരുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ അതില് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു തന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് അത്ര അതിനൊരു ക്ലിയർ ഇല്ലായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് അസൈൻമെന്റില് ക്ലാസ് റൂമിൽ അത് നമുക്ക് പറയുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് പറഞ്ഞത്, ഇടയ്ക്ക് കയറിയെന്ന് പറയല്ലേ. അസൈൻമെന്റിൽ ക്ലാസ് റൂമിൽ ഇടും അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി എന്ന് മാം പറഞ്ഞു. പക്ഷെ അസൈൻമെന്റ് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെക്ക് ചെയ്തില്ല, അന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പം ഞാൻ കണ്ടില്ല ക്ലാസ് റൂമിൽ ഇട്ടിരിക്കുന്നത്. ഇല്ല, ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല, നമുക്ക് ഇതുവരെ അത് ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അതൊരു ദിവസം മാമിന്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് അത് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അതാണ് ചോദിച്ചത്. എന്തായാലും അത് ആ ഒരു പോർഷൻ ആവട്ടെ, കാരണം ആ അസൈൻമെന്റ് ഒക്കെ ഇനി നമുക്ക് വരുന്നില്ലേ ഉള്ളൂ. മറിയ മോണ്ടിസോറി പാർട്ട് 3 അല്ലേ മാം? കഴിഞ്ഞ പോർഷന്റെ അസൈൻമെന്റ് പറഞ്ഞത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തോളൂ. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതാവട്ടെ. വന്നിട്ടില്ല മാം, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ മാം, താങ്ക് യു മാം. ക്ലാസ് ഉള്ളത്. ശരി, ബ്രേക്ക്ഫാസ്റ്റ് പകുതി വഴിക്ക് വെച്ചിട്ട് ഓടി വന്നത് ക്ലാസ്സിലേക്ക്. വണ്ടർഫുൾ. താങ്ക് യു.